ഹലോ, വെൽക്കം ബാക്ക്. നാട്ടിൽ പോയി തിരിച്ചെത്തിയപ്പോഴേക്കും കണ്ടില്ലേ ചെടികളുടെ അവസ്ഥ ഇങ്ങനെയായി. പോയ സമയത്ത് നല്ല പച്ചപ്പായിട്ട് നിന്നിരുന്ന ചെടികളാണ് തിരിച്ചെത്തിയപ്പോഴേക്കും കരിഞ്ഞിങ്ങനെ മരക്കുറ്റി പോലെ നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം തകർന്നു തന്നെ പോയിട്ടോ. കാരണം ഇത്ര നന്നായിട്ട് നിന്നിരുന്ന ചെടികളല്ലേ. അങ്ങനെ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ 3 ചെറിയ ചെടികൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. പെട്ടെന്ന് പിടിച്ച് നന്ന കാട് പോലെ വളരുന്ന ചെടികളാണ് കൊണ്ടുവന്നത്. കാരണം ഈ ചൂടിൽ നിൽക്കണ്ടേ ചെടികൾ, അങ്ങനെ വിചാരിച്ച് കൊണ്ടുവന്നതാണ്. ഒന്ന് ഈ ഡബിൾ ഷെയ്ഡ് പോത്തോസ്, പിന്നെ ഒന്ന് ഇതിൻ്റെ പേര് എനിക്കറിയില്ല, എല്ലാ വീടുകളിലും കാണാം നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത്, അതും കൊണ്ടുവന്നു. പിന്നെ ടോട്ടൽ വൈൻ എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുവിട്ടാലും ഒരു കഷ്ണം കൊണ്ടുവിട്ടാൽ അതങ്ങനെ പടർന്ന് പന്തലിക്കുന്നതാണ് പറയാറ്. പക്ഷെ എന്ത് പറയാനാ, ഇവിടുത്തെ ഈ കൊടും ചൂടിൽ ഇട്ട് കഴിഞ്ഞാൽ കാട് പോലെ നാട്ടിൽ വളരുന്ന ചെടികൾക്ക് വരെ രക്ഷയില്ല. ഈ ടോട്ടൽ വൈൻ അങ്ങനെ കരിഞ്ഞു പോയി എന്നുള്ളതാണ്, ഒരു രക്ഷയില്ല. ഞാനതിങ്ങനെ പടർന്ന് പന്തലിച്ച് വളർന്ന് വീണ് കിടക്കുന്നതൊക്കെ, നാട്ടിലത്തെ പോലെ ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ മനസ്സ് കണ്ടിട്ടാണ് ഈ 3-4 കൊണ്ടുവന്നത്. പക്ഷെ അതങ്ങനെ അതിന് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ പുതിയ അഡ്മിഷൻസിന് കുറച്ച് വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇനി പുതിയ ഈ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചത്. അതായത് ഒരെണ്ണം മാത്രം മണ്ണ് പിടിച്ചു, ഇത് വലിയ കുഴപ്പമില്ലാതെ പിടിച്ചിട്ടുണ്ട്. ഒന്ന് ട്രാൻസ്പോർട്ടേഷനിൽ ക്രഷായി പോയതാണ്. ടോട്ടൽ വൈൻ അങ്ങനെ നാശമായി. പിന്നെ ഈ പോത്തോസ് മണ്ണിൽ വെച്ചത് ഞാൻ നാശമായത് വെള്ളത്തിലിട്ടു. അടുത്ത വീഡിയോയിൽ കാണാം. ബി ഹാപ്പി ആൻഡ് എൻജോയ് യുവർ ലൈഫ്.